ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയെ പോലും നിശ്ചലമാക്കാൻ കഴിയുന്ന ഒരു വലിയ ആഗോളക്കിടെ മധ്യപൂർവേഷ്യയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. കോടാനുകോടി ഡോളർ വിലമതിക്കുന്ന ലോകത്തിലെ ഏറ്റവും മികച്ചതെന്ന് അമേരിക്ക അവകാശപ്പെടുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മേൽ ഒരു വലിയ വൻ ദുരന്തം നിഴലിച്ചിരിക്കുകയാണോ? സൂപ്പർ പവറുകളെ പോലും ഞെട്ടിക്കുന്ന തരത്തിലുള്ള തന്ത്രപരമായ മുന്നേറ്റങ്ങളുമായി ഒരു രാജ്യം അപ്രതീക്ഷിത ആക്രമണം അഴിച്ചുവിടുമ്പോൾ പെന്റഗണിന്റെ വൻ മതിലുകൾ തകരുകയാണോ? ഇറാഖിലെ എർബിൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കൻ സൈനിക താവളത്തിൽ ഉയർന്ന പുകയും അഗ്നി ഗോളങ്ങളും കേവലം ഒരു പ്രാദേശിക സംഘർഷത്തിന്റെ സൂചനയല്ല, മറിച്ച് അത് ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ ദിശ മാറ്റി എഴുതുന്ന ഒരു ചരിത്രപരമായ നിമിഷത്തിന്റെ തുടക്കമാണ്. ശത്രു രാജ്യങ്ങൾ ഞെട്ടി നിൽക്കുന്ന ഈ വലിയ പ്രതിസന്ധിയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇറാന്റെ ആക്രമണത്തിൽ അമേരിക്കയുടെ അജയ്യമായ പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു എന്ന വാർത്തകൾ സത്യമാണോ? അതോ ആഗോള മാധ്യമങ്ങൾ മറച്ചുവെക്കുന്ന വലിയൊരു വിവരയുദ്ധത്തിന്റെ കറുത്ത നിഴലാണോ ഇതിനു പിന്നിൽ? കാര്യങ്ങളുടെ യഥാർത്ഥ വസ്തുത അറിയണമെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായും അവസാന നിമിഷം വരെയും കാണുക. നമുക്ക് ഈ സംഭവങ്ങളുടെ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കാം. വടക്കൻ ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയിലെ തലസ്ഥാനമായ എർബിലിലെ അന്താരാഷ്ട്ര വിമാനത്താവളം വെറും ഒരു സാധാരണ വിമാനത്താവളമല്ല. അമേരിക്കൻ സഖ്യസേനയുടെയും US സെൻട്രൽ കമാൻഡിന്റെയും തന്ത്രപ്രധാനമായ സൈനിക താവളവും റഡാർ കേന്ദ്രങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ കേട്ട അതിശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തെ ഒന്നാകെ നടുക്കിയിരിക്കുകയാണ്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC ഔദ്യോഗികമായി പുറത്തുവിട്ട പ്രസ്താവന പ്രകാരം അവർ നടത്തിയ ഓപ്പറേഷൻ നസർ 2 എന്ന സൈനിക നീക്കത്തിന്റെ 27ാമത്തെ തരംഗത്തിലാണ് എർബിലിലെ അമേരിക്കൻ താവളത്തെ ലക്ഷ്യമിട്ടത് അത്രേ. അമേരിക്കയുടെയും അത്യാധുനിക നിരീക്ഷണ ബലൂണുകളും വ്യോമ പ്രതിരോധ ലോഞ്ചറുകളും കൃത്യമായി തകർത്തുവെന്നാണ് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി അവകാശപ്പെടുന്നത്. ഒന്നിലധികം പാട്രിയറ്റ് മിസൈലുകൾ ലോഞ്ചറുകൾക്ക് തീ പിടിക്കുകയും വൻ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ഈ സംഭവത്തിൽ അമേരിക്ക ഇതുവരെ ഔദ്യോഗികമായി യാതൊരുവിധ സ്ഥിരീകരണവും നൽകിയിട്ടില്ല. പക്ഷേ ട്വിസ്റ്റ് എന്താണെന്നറിയാമോ? ആക്രമണം നടന്ന് തൊട്ടു പിന്നാലെ എർബിൽ വിമാനത്താവളത്തിന് സമീപമുള്ള താവളങ്ങളിൽ നിന്ന് അമേരിക്ക തങ്ങളുടെ പാട്രിയറ്റ് പ്രതിരോധ സംവിധാനങ്ങൾ തിടുക്കത്തിൽ പിൻവലിക്കുകയോ അല്ലെങ്കിൽ അതൊരു പുനർവിന്യാസം നടത്തുകയോ ചെയ്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെയാണ് വലിയൊരു ചോദ്യം ഉയർന്നു വരുന്നത്. പെന്റഗൺ വർഷങ്ങളായി അഭിമാനത്തോടെ അവതരിപ്പിച്ച ശത്രുക്കളുടെ ഏതു മിസൈലിനെയും വായുവിൽ വെച്ച് തകർക്കാൻ കഴിയുന്ന പാട്രിയറ്റ് എന്ന ബ്രഹ്മാസ്ത്രം ഇറാന്റെ ആക്രമണത്തിന് മുന്നിൽ പരാജയപ്പെടുകയായിരുന്നോ? അതോ അമേരിക്ക അവരുടെ ദീർഘകാല സൈനിക പുനർവിന്യാസത്തിന്റെ ഭാഗമായി മാത്രം ചെയ്ത കാര്യമാണോ ഇത്? രണ്ടാം ലോക മഹായുദ്ധം മുതലുള്ള പരമ്പരാഗത യുദ്ധ സങ്കല്പങ്ങളെ തച്ചുടയ്ക്കുന്ന ഒരു പുതിയ യുദ്ധരീതിയാണ് നാം ഇന്ന് മധ്യപൂർവേഷ്യയിൽ കണ്ടുവരുന്നത്. അവിടെയാണ് പാശ്ചാത്യ സൈനിക തന്ത്രജ്ഞർക്ക് തെറ്റുപറ്റുന്നത്. കാരണം ഇത്രയും കാലം ലോകം കരുതിയിരുന്നത് ശതകോടികൾ വിലമതിക്കുന്ന അത്യാധുനിക പോർ വിമാനങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും കൈവശമുള്ള രാജ്യമായിരിക്കും യുദ്ധഭൂമി ഭരിക്കുക എന്നാണ്. എന്നാൽ ഇറാൻ വികസിപ്പിച്ചെടുത്ത ചെലവ് കുറഞ്ഞ കമിക്കാസെ ഡ്രോണുകൾ ഈ സങ്കല്പത്തെ തിരുത്തിക്കുറിച്ചു കളഞ്ഞു. ഒരു പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ഒരു സിംഗിൾ മിസൈൽ വിക്ഷേപിക്കാൻ അമേരിക്കയ്ക്ക് ചിലവാകുന്ന ഏകദേശം 30 മുതൽ 40 ലക്ഷം ഡോളർ വരെയാണ്. ഏകദേശം 25 മുതൽ 35 കോടി ഇന്ത്യൻ രൂപ. എന്നാൽ ഇറാൻ വിക്ഷേപിക്കുന്ന ഈ ഒരു കമിക്കാസെ ഡ്രോണിന്റെ നിർമ്മാണ ചെലവ് കേവലം 15,000 മുതൽ 20,000 ഡോളർ വരെയാണ്. ഇനി സാങ്കേതികമായി ആലോചിച്ചു നോക്കൂ. കേവലം 15 ലക്ഷം രൂപ വിലയുള്ള ഒരു ഇറാനിയൻ ഡ്രോണിനെ തകർക്കാൻ അമേരിക്ക 30 കോടി രൂപയുടെ ഒരു പാട്രിയറ്റ് മിസൈൽ വിക്ഷേപിക്കേണ്ടി വരുന്നു. ശത്രുക്കൾ 10ഓ 20ഓ അല്ല, 100 കണക്കിന് ഡ്രോണുകൾ ഒരേ സമയം അയക്കുമ്പോൾ അമേരിക്കയുടെ പ്രതിരോധങ്ങളുടെ മിസൈലുകൾ തീർന്നു പോവുകയും റഡാറുകൾ ആശയക്കുഴപ്പത്തിലാവുകയും ചെയ്യുന്നു. ഇത് സൈനിക വിദഗ്ധർ അസിമെട്രിക്കൽ വാർഫെയർ എന്നാണ് വിളിക്കുന്നത്. ഇറാന്റെ ഈ കൃത്യതയാർന്ന ഡ്രോൺ ആക്രമണങ്ങൾ അമേരിക്കൻ സൈനിക തന്ത്രത്തെയും
അവരുടെ പ്രതിരോധ ബജറ്റിനെയും വൻ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ആകാശത്തെ കോട്ട കെട്ടിയ പാട്രിയറ്റ് സംവിധാനങ്ങളെ തകർക്കുകയോ അവയുടെ മിസൈലുകൾ തീർത്തു കളയുകയോ ചെയ്ത ശേഷം ലക്ഷ്യസ്ഥാനം ആക്രമിക്കുക എന്ന തന്ത്രമാണ് ഇവിടെ വിജയകരമായി പരീക്ഷിക്കപ്പെട്ടത് എന്ന് ഒരു വിഭാഗം വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുമ്പോൾ, കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്ന ഇത്തരം ആയുധങ്ങൾ കൊണ്ട് ഭീമമായ തന്ത്രപരമായ നേട്ടം കൈവരിക്കാൻ സാധിക്കുമെന്ന് ഇറാൻ തെളിയിച്ചിരിക്കുകയാണ്. എന്നാൽ നാം ഈ വിഷയത്തിന്റെ, ഈ ഒരു നാണയത്തിന്റെ ഈ മറുപുറം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഏതൊരു ആധുനിക യുദ്ധത്തിലും ആയുധങ്ങൾ കൊണ്ട് നടത്തുന്ന പോരാട്ടത്തെക്കാൾ ഭീകരമാണ് വിവരയുദ്ധം അഥവാ ഇൻഫർമേഷൻ വാർഫെയർ എന്ന് പറയുന്നത്. ഒരു വശത്ത് ഇറാന്റെ സഖ്യമാധ്യമങ്ങൾ ഈ സംഭവം വലിയൊരു വിജയമായി ആഘോഷിക്കുമ്പോൾ, പാശ്ചാത്യ സൈനിക വിശകലന വിദഗ്ധർ ഇതിനെ തികച്ചും ജാഗ്രതയോടെയാണ് മറുവശത്ത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, അവരെ സമീപിക്കുന്നത്. അവരുടെ അഭിപ്രായത്തിൽ ഒരു യുദ്ധത്തിന് സംഭവിക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളുടെയോ ഒരു ആക്രമണത്തിന്റെയോ മാത്രം അടിസ്ഥാനത്തിൽ അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനം പൂർണ്ണമായി പരാജയപ്പെട്ടു എന്ന് വിലയിരുത്താനാകില്ല എന്നതാണ്. അമേരിക്കൻ താവളത്തിൽ നിർത്തിയിട്ടിരുന്ന പാട്രിയറ്റ് ലോഞ്ചറുകൾ പൂർണ്ണമായും തകർന്നു എന്ന ഇറാന്റെ അവകാശവാദത്തിന് ഉപഗ്രഹ ചിത്രങ്ങളിലൂടെയുള്ള വ്യക്തമായ തെളിവുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. കൂടാതെ അമേരിക്കയും ഇറാഖ് സർക്കാരും തമ്മിൽ നേരത്തെ തന്നെ ഒപ്പുവെച്ച സൈനിക കരാറുകൾ പ്രകാരം ഇറാഖിൽ നിന്നുള്ള US സേനാ പിൻവാങ്ങലും ആയുധങ്ങളുടെ പുനർവിന്യാസവും ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായാണോ എർബിലിൽ നിന്ന് പാട്രിയറ്റ് ബാറ്ററികൾ മാറ്റിയത് എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. അതോ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചത് കൊണ്ടാണോ എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഒരു പൂർണ്ണമായ ഉത്തരം ലഭിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. ചുരുക്കത്തിൽ യുദ്ധക്കളത്തിൽ യുദ്ധം നടക്കുമ്പോൾ തന്നെ വർത്തമാന മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും ഇരുപക്ഷവും അവരവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ വിവിധ തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായ വിവരങ്ങളും ഉപഗ്രഹ തെളിവുകളും പുറത്തു വരുന്നത് വരെ ഏതൊരു അവകാശവാദത്തെയും കൃത്യമായ നിരീക്ഷണത്തോടെ മാത്രമേ നമുക്ക് വീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തൊക്കെ തന്നെ ആയാലും ഒരു കാര്യം തർക്കമില്ലാതെ വ്യക്തമായതാണ്, ലോക മഹായുദ്ധങ്ങൾക്ക് ശേഷം സൈനിക ചരിത്രം കണ്ട ഏറ്റവും വലിയ മാറ്റത്തിനാണ് നാം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കോടികൾ വിലമതിക്കുന്ന വമ്പൻ യുദ്ധ വിമാനങ്ങൾക്കപ്പുറം ടാങ്കറുകൾക്കും പ്രതിരോധ കോട്ടകൾക്കും ഇനി പഴയതുപോലെ സുരക്ഷിതമായിരിക്കാൻ കഴിയില്ല. ചെറിയ ഡ്രോണുകളും കൃത്യതയാർന്ന ഹൈപ്പർസോണിക് മിസൈലുകളും ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും തമ്മിലുള്ള ഈ പോരാട്ടം ഭാവി യുദ്ധങ്ങളുടെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ആഗോള ശക്തികളുടെ അഹങ്കാരങ്ങൾക്ക് മേൽ സാങ്കേതിക വിദ്യയുടെ ലളിതമായ തന്ത്രങ്ങൾ വിജയം കാണുമ്പോൾ നാളെ ഒരു പക്ഷേ ലോകത്തിലെ എല്ലാ വൻകിട രാജ്യങ്ങൾക്കും തങ്ങളുടെ സൈനിക തന്ത്രങ്ങൾ പൂർണ്ണമായും പുനഃപരിശോധിക്കേണ്ടി വരും. എർബിലിൻ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇറാന്റെ വൻ വിജയമാണോ അതോ അമേരിക്കയുടെ തന്ത്രപരമായ മുന്നേറ്റമാണോ എന്ന് വരും ദിവസങ്ങളിൽ പുറത്തു വരുന്ന കൂടുതൽ തെളിവുകൾ ഇതിന്റെ ഒരു യഥാർത്ഥ ചിത്രം ലോകത്തിന് മുന്നിൽ വ്യക്തമാക്കുമെന്ന് ഉറപ്പാണ്. നിങ്ങൾ എന്താണ് കരുതുന്നത്? വില കൂടിയ പാട്രിയറ്റ് മിസൈലുകളെക്കാൾ ഭാവി യുദ്ധങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കുക കുറഞ്ഞ ചെലവിലുള്ള ഇറാന്റെ ഡ്രോൺ സാങ്കേതിക വിദ്യയാണോ അതോ അമേരിക്ക തിരിച്ചടിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്.